എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇത് നമ്മളുടെ വീഡിയോ ഒരു ചൂട മീൻ അച്ചാറാണ്. ഇതിനെ കൊഴുവാന്ന് പറയപ്പെടും. അപ്പൊ ഇപ്പൊ ഇതിന്റെ സമയമാണ്, അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അതിനുവേണ്ടി നന്നായിട്ട് കൊഴുവ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ആദ്യം തന്നെ നമുക്കൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, നല്ലതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് നമ്മളിതിനെ നന്നായി ഞെരടി തിരുമി പിടിപ്പിച്ച് വെക്കണം. ഈ മുളക് അതിനകത്തോട് നന്നായിട്ട് തിരുമി പിടിച്ച് വെച്ചതിന് ശേഷം അതിനെ ഒരു 1 അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 അവർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അത് വറുത്ത് കോരിയെടുക്കുകയാണ്, കാരണം അച്ചാറിന് നന്നായിട്ട് മീൻ ക്രിസ്പി ആയിട്ട് നമ്മൾ അതിനെ വറുത്തെടുക്കണം. ഒത്തിരി ആകണ്ട, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. അപ്പോൾ ഒരു 1 അവർ നമ്മളിതിനെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാതെ നിങ്ങൾ ഫ്രിഡ്ജിൽ അടച്ചതിന് ശേഷം ഒരു 1 അവർ കീപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രം അതിനെ എടുത്ത് നമ്മൾ വറുത്ത് കോരിയെടുക്കാൻ വേണം. ഇപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ഒരു പാനിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ 1 അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂട മീനെ എടുത്ത് അതിനകത്തോട്ടിട്ട് ഞാൻ അതിനെ വറുത്ത് കോരാൻ പോവുകയാണ്. ഇപ്പൊ വറുത്ത് കോരുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണമല്ലോ. അപ്പൊ അതും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു 15 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5-6 പച്ചമുളക് ഞാൻ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ചാറിടാൻ നമ്മൾ നല്ല എണ്ണയിലാണ് ഇടുന്നത്. ജിഞ്ചിരി ഓയിലാണ് നമ്മൾ ഈ അച്ചാർ ഇടുന്നത്. അപ്പൊ എന്നാലേ അതിനൊരു അച്ചാറിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി നല്ല അടിക്കട്ടിയുള്ള ചീനിച്ചട്ടിയാണ്. ഇതൊരു ഇൻഡാലിയത്തിന്റെ ചീനിച്ചട്ടിയാണ്. ഇതിനകത്തൊക്കെ വെച്ചാൽ അച്ചാറുകൾക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഞാനതിനെ ഒന്ന് ചൂടാക്കി ഇത്തിരി മൂപ്പിച്ച ശേഷം അതിനെ ഞാൻ വറുത്ത് കോരി മാറ്റി വെക്കുവാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് ഞങ്ങളുടെ അമ്മയൊക്കെ വെക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈലാണ് ഞാനും വെച്ച് നോക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിനെ ഒന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ആണ്, ഈ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് മുളകും അതിന് വേണ്ട കൂട്ടുകളെല്ലാം ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഞാനിപ്പോ ഇത് വറുത്തുകൊണ്ടിരിക്കുക. ഏകദേശം നല്ലതായിട്ട് മൂത്തതിന് ശേഷം ഞാൻ ഇതിനെ വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ തീ സിമ്മ് വെക്കാതെ അതിനെ ഞാൻ ഓഫ് ചെയ്ത് ആ ചൂടായ അതേ എണ്ണയിലോട്ട് തന്നെ അതിനെ മൊത്തത്തിൽ ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തൊരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കായം അതേ എണ്ണയിലോട്ട് തന്നെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം ഇതിന് ചൂടായാൽ മതി. ഇതിന് നമ്മൾ പിന്നെയും തീ ഓൺ ആക്കി പിന്നെയും നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ അച്ചാറിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോകും. അപ്പം നമ്മൾ ആ ചൂടായ എണ്ണയിലോട്ടിട്ട് ഒന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ആ മിക്സ് അതെല്ലാം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ വറുത്ത് കയറി വെച്ചിരിക്കുന്ന നമ്മുടെ ചൂട മീനെ അഥവാ നത്തോലി മീനെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഏകദേശം അതൊന്ന് ചൂടായി, ആ ഒരു എണ്ണയിൽ തന്നെ അത് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളി, അതിൻ്റെ മിക്സ് ആഡ് ചെയ്തു. ഇനി അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് തന്നെ മീനും നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നത്തോലി മീനെയും കൂടെ ആഡ് ചെയ്യുവാണ്. അതിനെയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആ ഒരു മുളകിന്റെ കൂട്ട് എത്തുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഇനി നമുക്ക് തീ ഓണാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്നും കൂടെ ചൂടാക്കി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് വിനീഗർ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി, ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മീനിനകത്തോട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത്തിരി വെള്ള കണ്ടന്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അതങ്ങനെ ഇരുന്ന് ഈ എണ്ണയൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്ക് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനകത്തുനിന്ന് അതിൻ്റെ ചാറൊക്കെ ഇറങ്ങി വിനാഗിരിയിൽ നിന്ന് അതിൻ്റെ മീനിൽ നിന്ന് എണ്ണയെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റി അടിപൊളി ഒരു ചൂട അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും ഞങ്ങളെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.